ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് പേര്, അതായത് ഇന്ന് രാത്രി എനിക്ക് വിളിച്ചിന്, കുറച്ച് പേര് മെസ്സേജ് അയച്ചിന്. അവരൊക്കെ ഞാൻ വരുന്നുണ്ട്, എല്ലാവരും ഉൾപ്പെടുത്തണം എന്നുണ്ട് എനിക്ക്. വീഡിയോ വെച്ചാൽ ലോങ് ആയിപ്പോയി. ഇന്നലെ ഒരുത്തനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആ വീഡിയോന് 5 മിനിറ്റ് ആയി. കാരണം ചെറിയ വാക്കിൽ ഒതുക്കാവുന്ന ആൾക്കാരൊന്നുമല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ. അതായത് എൻ്റേതായ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചെറിയ വാക്കിലൊന്നും ഒതുക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. അവരൊക്കെ മുതൽ സാധനങ്ങളാണ്. അതിലൊന്ന് ഞാൻ ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് 1 മണി വരെ ഞങ്ങൾ സംസാരിക്കാനോ. അതായത് സിനാൻ ആൻഡ് റിഫായ് ഇത് കാണുന്നുണ്ടാവും, ഇങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. എടാ, നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ വീഡിയോ ലോങ് ആയി പോയി കുറച്ച്. ഇന്നലെ ആ വീഡിയോ കണ്ടവർക്കറിയാവുന്ന 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഞാനത് ഷോർട്ടായിട്ട് എടുക്കുക, കാരണം ഓരോരോ വീഡിയോ ലെങ്ത് കൂടുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ചെറിയ വീഡിയോ ആയിട്ട് എടുക്കണം. എല്ലാ ദിവസവും വ്ലോഗ് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നടക്കുമെന്ന് അറിയില്ല. ഇന്ന് തന്നെ രാവിലെ എണീച്ച് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇവർ രണ്ടുപേരും കേട്ടോ. എനിക്ക് കണ്ടിട്ട് അവരെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ ഇത് റിഫായും സിനാനും എൻ്റെ ഒപ്പം +2 വരെ നാട്ടിൽ പഠിച്ചു. ചില്ലായിനും ഓനിപ്പോഴും ചില്ലാക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏതോ ഒരു കോളേജിൽ ചില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓനൊരു ഡാൻസറാണ്. മോന് അതിൻ്റെ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിട്ട് അത്രയ്ക്ക് ധൈര്യമുള്ളവനാണ്. അപ്പോൾ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ വേറെ ലെവല്. പിന്നെ റിഫായ് ഉസ്താദാണ്. ഇല്ല ഗൈസ് സോറി. അപ്പോൾ ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പൂച്ച കാരണം ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ സ്കിപ്പായി പോയി. എപ്പോൾ നോക്കിയാലും അവൻ ഇവിടെ കോളേജിൽ കുട്ടികളായിട്ടുള്ള ഫോട്ടോസ് ഇതൊക്കെ കണ്ടിരിക്കാനേ പറ്റുള്ളൂ. കാരണം കോളേജ് ലൈഫ് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കോളേജ് എന്താണെന്നുള്ള ഒരു മിസ്സിങ് വരും. അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ കോളേജ് അടിച്ചു പൊളിച്ച് നടക്കുന്ന കാണുമ്പോൾ ഒരു അസൂയ തോന്നും. അസൂയ തന്നെ. എന്നോട് എനിക്ക് എഡിറ്റ് ചെയ്യൂ, പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് 1 കൊല്ലം വർക്ക് ചെയ്തിട്ടൊക്കെ പിന്നെ പഠിക്കാൻ പോയിക്കാം. ജോബ് റിസൈൻ ചെയ്തിട്ട് കയപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിക്കയപ്പാണ് എനിക്ക്. റിഫായ് ഉസ്താദെ അസ്സലാമു അലൈക്കും. എന്താണ്, റിഫായ് ഒരു എഡിറ്ററാണ്. കഴിവുണ്ട് അവൻ്റെ കയ്യിൽ. അവന് എഡിറ്റിങ് ആൻഡ് പാട്ട് പാടും. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഫ്രണ്ട്സ് നാട്ടിലുള്ളവർ കണ്ടിട്ടുണ്ടാവും. അവന് ഒരു കൈവേറിയാണ് റിഫായ്. പക്ഷേ അവൻ്റെ കഴിവ് അവൻ കല്യാണ പരിപാടിയൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് തീർക്കൽ. അതായത് ഫ്രണ്ട്സ് സർക്കിളുള്ളവർ, അതായത് ചങ്ങായിമാർ കല്യാണ പരിപാടിക്ക് എഡിറ്റ് ചെയ്യാൻ, കല്യാണത്തിൻ്റെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങൊക്കെ എഡിറ്റ് ചെയ്ത് തരാൻ പറയൂലേ. അതേപോലെ കുട്ടിയുടെ മുടി മുറിക്കൽ ചടങ്ങ്, തൊട്ടിലാട്ടൽ ചടങ്ങ്, അങ്ങനെ കുറേ ചടങ്ങില്ലേ വീട്ടിൽ. അതായത് ആ ചങ്ങായി, അതായത് ഞാനും വീഡിയോ ഇങ്ങനെ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സൈദ്യ ഇത് വിളിക്കും ഇങ്ങനെ ഇടയ്ക്ക്, എടാ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതായത് നല്ലൊരു ആംഗിളും നല്ലൊരു ഫ്രെയിമൊക്കെ ഉള്ള ഒരു നാട്ടിൻ്റെ ഭംഗി അതൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ കിട്ടാതല്ല. ഓള് കല്യാണത്തിൻ്റെതോ ഇല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് അല്ലേ, സേവ് ദ ഡേറ്റിൻ്റെ ഓള് വീഡിയോ എടുത്തിട്ട് അയച്ചു തരും. കുറേ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. റിഫായ് അത് എനിക്കും അറിയുന്നതാണ്, എനിക്കും അറിയുന്നതാണ്. പക്ഷേ റിഫായ് എഡിറ്റ് ചെയ്ത സീനാണ് സംഭവിച്ചത്. റിഫായ് എഡിറ്റ് ചെയ്താൽ സീന്. റിഫായ് ഉണ്ട്, ഷാഹിദ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഷാഹിദ് ക്ലിക്കായി വൈറലായിരുന്നു ഷാഹിദ്. അതായത് ഷാഹിദിൻ്റെ വീഡിയോസിനൊക്കെ കയറിപ്പോയിന്. അപ്പോൾ ഷാഹിദ് ഉണ്ട്, റിഫായ്, ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യൂട്ടോ. അതായത് നമ്മൾ വീഡിയോ ഇട്ടാൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ വീഡിയോസ് അവരെടുത്ത് സ്റ്റോറി ഇടും. അതേപോലെ അതായത് വീഡിയോ ലോങ് ആയി പോകുന്നു. ഷോർട്ടായിട്ടൊരു വീഡിയോ എടുക്കാനുള്ള ഐഡിയാസ് ഒന്നും എനിക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും പറയാൻ നിന്നാൽ ലോങ് ആയി പോകുന്നു, എന്താണെന്നറിയില്ല. ബ്രോ യു സ്റ്റിൽ ബാക്കിലാണ്. ഓക്കെ, അപ്പോൾ സിനാൻ ആൻഡ് റിഫായ് നിങ്ങൾക്ക് വേണ്ടി രാവിലെ തന്നെ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? അത് മതി, സന്തോഷമായി. രാത്രി ബിരിയാണി വാങ്ങി തരണേ. അല്ലെങ്കിൽ വൈകുന്നേരത്ത് ഫണ്ട് ഗൂഗിൾ പേയിൽ അങ്ങനെയൊന്നുമല്ലടാ. നിങ്ങൾ ഹാപ്പി അല്ലേ? സിനാൻ ആൻഡ് റിഫായ്, പിന്നെ നൗമാന്, കുറച്ച് പേര് എന്നെ മെസ്സേജ് അയച്ചിരുന്നു. അതായത് നൗമാന്, റുക്കു, പിന്നെ സമീനൊക്കെ പറയുന്നത്. സമീനൊക്കെ വേറെ ടോപ്പിക്കുണ്ട്. സമീൻ്റെ ഒക്കെ കുറച്ച് കിടക്കുന്നുണ്ട്. അവരൊക്കെ സിംഗിളായിട്ട്, സമീഹ്, അഫ്സൽ, അലീം, അവരൊക്കെ സിംഗിളായിട്ട്. അലീമൊക്കെ സീൻ സാധനമായിട്ടാ, സീൻ ടോപ്പിക്കാണ്. നമുക്കൊരു കണ്ടന്റ് കിട്ടും. അലീമിൻ്റെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ കുറേ കണ്ടന്റ് കിട്ടും. പിന്നെ ആരാ, പിന്നെ കുറച്ച് കേരളത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് അബ്ദു, പിന്നെ സിദ്ദീഖ് തൃശ്ശൂർ, എന്താണ് സൗദിയിലാണ്. ഓന് ഈ വീഡിയോ ആണെങ്കിൽ അന്നെയൊന്നും ഞാൻ മറന്നിട്ടില്ലടാ. അബ്ദു, അന്നേയും മറന്നിട്ടില്ല, എനിക്കുള്ള സാധനം വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേരുണ്ട്, റൗഫ്ക, ബർഷാദ് ഇന്നലെ വന്നിനി, ഇവിടെ ഉണ്ടായിരുന്നു. ബർഷാദിനൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക്. കുറച്ച് പേരുണ്ട് നമ്മളെ. പിന്നെ കവരത്തിയിലുള്ള കുറച്ച് പേരുണ്ട്. ഷമീം, അബ്ദു.
ഷമീമും അബ്ദുവും പിന്നെ നാത്തുവിനൊന്നും നമ്മൾ മറക്കില്ല. പിന്നെ കുറച്ച് പേരുണ്ട്, ഞാൻ അവരിലേക്കൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു മോർണിംഗത്തെ വീഡിയോ, ഇനിയിപ്പോൾ വേറെ ഉച്ചയ്ക്ക് വേറെ വീഡിയോ എടുക്കുമെന്ന് അറിയില്ല, വീഡിയോ ഇടുമോന്നും അറിയില്ല. ഇന്ന് മോർണിംഗത്തെ വീഡിയോ ഇത്ര വൈൻഡ് അപ്പ്. ഓക്കെ ഗൈസ്, വൈൻഡ് അപ്പ് ഗൈസ്, ലെറ്റ്സ് ബ്രേക്ക് അപ്പ് ഗൈസ്. എന്താ പറയണ്ടേ, പോട്ടെ എന്നാലും. ഓക്കെ ബൈ.